ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, കൂടെ നടക്കുന്ന ഒരു കർത്താവ്, പേടിക്കണ്ടടോ ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത്. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവൻ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമല്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ നമ്മുടെ കൂടെ നടക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും, ഒറ്റയ്ക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആരെ ആശ്രയിക്കാം? അങ്ങനെ ആശ്രയിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. ഏത് താഴ്വരയിലും നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ്. ചിലപ്പോൾ നമ്മൾ ആ സാന്നിധ്യം കാണണമെന്നില്ല, പക്ഷേ അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓക്ലൻഡിലേക്ക് വരുമ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എനിക്ക് ആകെ 3.5 മണിക്കൂറേ ഉള്ളൂ ലേ ഓവർ. 3.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒത്തിരി സമയമുണ്ടല്ലോ, ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. പക്ഷേ ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഓൾമോസ്റ്റ് 2 മണിക്കൂറാണ്. ആദ്യമായിട്ടാണ് ഞാൻ സിംഗപ്പൂർ ഇറങ്ങുന്നത്. അത്രയും വലിയൊരു എയർപോർട്ടാണ്. എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇറങ്ങിയിട്ട് ഒരു മെട്രോ ട്രെയിൻ പിടിച്ചിട്ടാണ് അടുത്ത ടെർമിനലിലേക്ക് പോകുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന കാണാം, എൻ്റെ അടുത്ത ഓക്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. എയിലേക്ക് പോകാൻ നമ്മൾ നടക്കും തോറും നടക്കുന്ന സമയം, ഇനി എത്ര സമയം കൊണ്ട് അവിടെ എത്തുമെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 28 മിനിറ്റാണ് അവിടം വരെ എത്താനുള്ള സമയം കാണിച്ചിരുന്നു. പക്ഷേ നടക്കുന്നതല്ലാതെ എത്തുന്നില്ല. എനിക്ക് വല്ലാത്ത പേടിയും വിഷമമൊക്കെ ആയിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടുണ്ടെങ്കിൽ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ നടക്കാം. അങ്ങനെ എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ മനസ്സിൽ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സംസാരിക്കാൻ വേറൊരാളില്ല, വൈഫൈ കണക്റ്റഡ് ആയിട്ടില്ല, വീട്ടിൽ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നൊരു വചനം ഇതായിരുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. എൻ്റെ ബലമുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അന്ന് ശരിക്കും എങ്ങനെയാണ് ആ എ സെക്ഷനിൽ എത്തിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്കൊരു 15-20 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൗണ്ടറിൽ ഇരിക്കാൻ കിട്ടിയ സമയം. അതിൻ്റെ ഇടയിൽ ചെക്കിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് കിട്ടുമെന്ന് പോലും അറിയാതിരുന്നപ്പോൾ എൻ്റെ കർത്താവിനെ അത്ഭുതമായിട്ട് താങ്ങി നടത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്കൊപ്പം ഉള്ളവർ നമ്മുടെ കൂടെ നടക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ നമ്മുടെ കാഴ്ചയ്ക്കപ്പുറം, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവ് എൻ്റെ കൂടെ മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവരുടെയും കൂടെ, അവനെ സ്നേഹിക്കുന്ന ഏവരുടെയും കൂടെ എപ്പോഴും ഉണ്ട്. ആ സാന്നിധ്യം നമ്മൾ അറിയാൻ, കർത്താവിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ മതി. ഹല്ലേലൂയ. അതിന് കർത്താവ് നമ്മെ ഏവരെയും ഇന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. God bless you.